CBSE 10ാം തരം പരീക്ഷയിൽ 499 മാർക്ക് 500-ൽ നേടിയിട്ടുള്ള മസിയയാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. മസിയ ഹംദ അല്ലെ, എന്ത് തോന്നുന്നു ആദ്യം? സന്തോഷം, നല്ല വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോഴും. അങ്ങനത്തെ ഒരു നല്ല മാർക്ക് ഉണ്ടാവും പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇത്ര ഉണ്ടാവും പ്രതീക്ഷിച്ചിട്ടില്ല. എന്നാലും ആ ഒരു മാർക്ക് എവിടെ പോയി? SS പോയി. ഇങ്ങനെ ഒരു വലിയ നേട്ടത്തിൽ നിൽക്കുമ്പോൾ, അതായത് ഓൾ ഇന്ത്യ ലെവലിലാണ് 500 മാർക്കിൽ 499 വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആരോടൊക്കെയാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്? ഓഫ് കോഴ്സ് ടീച്ചേഴ്സ് തന്നെയാണല്ലോ പഠിപ്പിച്ചത്, അപ്പോൾ ഓരോടാണ് ഏറ്റവും അധികം കടപ്പാടുള്ളത്. പിന്നെ പാരൻസിനോടും എല്ലാ സ്കൂളിനോടും എല്ലാവരെയും ഹെൽപ്പോടെ തന്നെ ഇവിടെ എത്തിയത്. ഇപ്പോൾ നബീൽ ഷംന അല്ലേ, മാതാപിതാക്കൾ എന്താണ് ഇങ്ങനെ ഒരു നേട്ടം പ്രതീക്ഷിച്ചിരുന്നു? അവൾ എങ്ങനെയാണ് സ്റ്റുഡിയസ് ആയിരുന്നു? അവൾ വളരെ സ്റ്റുഡിയസ് ആയിരുന്നു, വളരെ ആ ഒരു ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ നല്ല എന്താണ് കഴിവുള്ള. പിതാവിന് വാക്കുകൾ കിട്ടുന്നില്ല, വലിയ നേട്ടത്തിലാണ്. എന്തോ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രെസ്സുള്ളൊരു ലൈഫാണ് ഈ പഠിക്കുക എന്ന് പറയുമ്പോൾ. നല്ല വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ഒപ്പം ഈ സ്കൂളിലുള്ള ഒരു സപ്പോർട്ട്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നല്ല സപ്പോർട്ടായിരുന്നു. ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ഉള്ള ടീച്ചേഴ്സാണെങ്കിലും ഫുൾ മോട്ടിവേഷൻ, പിന്നെ സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ടീച്ചേഴ്സ്. ഈ സ്കൂൾ തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മസിയ ആണെങ്കിലും പാരൻസ് ആണെങ്കിലും പറയുന്നത് സ്കൂളിൻ്റെ കാര്യമാണ്. തീർച്ചയായും സന്തോഷമുള്ള കാര്യമാണല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. കുറച്ച് കുട്ടികൾ എന്തായാലും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഉണ്ടാവും. അതിൽ മസിയ നല്ലൊരു ഗിഫ്റ്റഡായ കുട്ടിയാണ്, നല്ല പ്രതീക്ഷയുള്ള കുട്ടിയാണ്. 500-ൽ 500 തന്നെയായിരുന്നു. ഒന്ന് പോയത് ഞങ്ങളും തപ്പി നടക്കുകയാണ്. അപ്പോൾ ഒന്നിന് തന്നെയാണ് ഞങ്ങളുടെ സങ്കടം മുഴുവൻ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോഴും ഒരു എക്സൈറ്റഡിലാണ്, ആ ഒരു സ്റ്റേറ്റിലാണ് ഉള്ളത്. നോ വേർഡ്സ് ടു എക്സ്പ്രസ് മൈ ഹാപ്പിനെസ്. പിന്നെ മോളുടെ കാര്യത്തിൽ എനിക്ക് മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു ഇവൾ വാദിറഹമ്മയ്ക്ക് ഒരു ഹിസ്റ്ററി കൊണ്ടുതരും എന്നുള്ളത്. കാരണം മോൾ എഴുതുന്ന എല്ലാ എക്സാമിലും അവളുടേതായിട്ടുള്ളൊരു റെപ്രസെൻറ്റേഷൻ അവൾ ഉറപ്പിക്കാറുണ്ട്. എല്ലാ എക്സാമിലും എഴുതുന്ന ലീപ്പ് എക്സാം ആയാലും ഹിക്മ, മജ്ലീസ് എക്സാം, എല്ലാ എക്സാമിലും അവൾ റാങ്ക് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടീച്ചേഴ്സ് പറയുന്നു, പിന്നെ ചെയർമാൻ പറയുന്നു, പാരൻസ് പറയുന്നു, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എന്താണ് അത്രയ്ക്കൊന്നും ഇല്ല ഞാൻ എന്നാണോ? അത്രയ്ക്കൊന്നുമില്ല. എന്താണ് വീട്ടിലാരൊക്കെ ഉണ്ട്? ഉപ്പയും ഉമ്മയും അല്ലാണ്ട് ഒരു കാക്കുണ്ട്, ഇവിടെ തന്നെ പഠിച്ചത്, മാസിൻ എന്നുള്ള മാസിൻ പേര്. അവനിപ്പോൾ എന്ത് ചെയ്യുന്നു? GEC സെക്കൻഡ് ഇയർ ആണ്. കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ വിളിച്ചിരുന്നോ? എല്ലാവരും വിളിച്ചിരുന്നു. എല്ലാവരും സന്തോഷമൊക്കെ അറിയിച്ചു. നല്ല എല്ലാവർക്കും അത്ഭുതം തന്നെയായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ടല്ലോ എല്ലാവർക്കും. ഇനിയിപ്പോൾ എന്താണ് ഫ്യൂച്ചർ? ഞാൻ എൻജിനീയറിങ് JEE ആണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ അതിന് അഡ്മിഷനൊക്കെ എടുക്കണം. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് ഭയങ്കര ഹാർഡായിട്ടുള്ള സാധനം ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല. കൺസിസ്റ്റൻസിയും കുറച്ചൊരു ഹാർഡ് വർക്ക് ഇട്ട് എല്ലാവർക്കും കിട്ടുന്ന കാര്യം തന്നെ. നമുക്ക് എല്ലാവർക്കും നല്ല കഴിവുകളുണ്ട്. മാത്രമേ പഠിക്കുന്ന കുട്ടികളല്ല, എല്ലാവർക്കും കഴിയുന്ന സാധനം തന്നെയാണിത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരാൻ ഈ പുതിയ കാലത്ത് ഒരുപാട് മൊബൈൽ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ, അതൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തത്? അതാണ് വലിയൊരു ത്യാഗം എന്ന് പറയുന്നത്. ഞാൻ ഫുള്ളി അത് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. കാരണം നമ്മൾ സോഷ്യൽ വർക്കും ഫ്രണ്ട്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിലൊക്കെ. നമ്മൾ ഓരോ സപ്പോർട്ടും, കുറേ ആൾക്കാർ സപ്പോർട്ടോടൊക്കെ നടക്കുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കണം, പക്ഷെ അതൊക്കെ ഒരു കൺട്രോൾ വെച്ച് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുക എന്നുള്ളതാണ്. സ്കൂളിലെ ടോപ്പർ എന്നുള്ളത് ഒരു കാര്യത്തിലും സംശയം ഇല്ലാത്തതായിരുന്നു. ഫുൾ A1 ടോപ്പർ ആവുന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 500-ൽ 450 കിട്ടുമ്പോൾ നമുക്ക് ആ ഒന്ന് പോയാലൊരു സങ്കടം. ഇതിനപ്പുറത്തായിട്ട് 499 അവൾ വാങ്ങിച്ചു എന്നുള്ള വളരെ അഭിമാനം കൊള്ളുന്നൊരു കാര്യം തന്നെയാണ്. ഞങ്ങൾക്കൊരു വൈസ് പ്രിൻസിപ്പൾ ഉണ്ട്. അദ്ദേഹം വേറൊരു സ്കൂളിലേക്ക് പ്രിൻസിപ്പളായിട്ട് പോയി. അപ്പോൾ സാറാണ് റിസൾട്ട് ഇട്ടപ്പം ഞാൻ വേഗം വിളിച്ചു, സാറേ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും വെച്ചാൽ മാർക്ക് നല്ലോണം സ്കോർ ചെയ്യുന്നല്ലാതെ ഇങ്ങനെ ഒരു മാർക്കിൽ കുറവായിട്ട് ഒരു ടോപ്പർ നാഷണലിലേക്ക് എത്തിപ്പെടാൻ വളരെയധികം സന്തോഷം. എന്തായാലും വലിയ സന്തോഷത്തിലാണ്. സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊടിയത്തൂർ വാദി റഹ്മ എന്ന് പറയുന്നത് ആ സ്കൂളിന് കൂടി, ആ സ്കൂളിലെ അധ്യാപകർ, സഹപ്രവർത്തകർ, ഞാൻ നേരത്തെ ഇവിടെ സംസാരിക്കുമായിരുന്നു, കുട്ടികൾ, കൂടെയുള്ള സഹപാഠികളൊക്കെ വലിയ പിന്തുണ നൽകുക. ആ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണ, അതോടൊപ്പം തന്നെ പാരൻസിൻ്റെ ഏറ്റവും വലിയ പിന്തുണ ഒക്കെ കൂടിയാണ് ഈ ചരിത്ര നേട്ടത്തിലേക്ക് മസിയ നടന്നെടുത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി എന്താണ് എല്ലാവരോടും പറയാനുള്ളത്? എല്ലാവരോടും താങ്ക് യു തന്നെ പറയാനുള്ളത്. ആദ്യമായിട്ട് താങ്ക് യു പറയുന്ന ആരോടാ? അതൊരു വലിയ ഇതാട്ടോ, അത് എന്നോട് തന്നെ ആയിരിക്കുന്നു. കാരണം ഞാൻ അത് ശരിക്കും അങ്ങനെ പറയാൻ പഠിക്കാറുണ്ട്. ഞാൻ എത്ര ഇരുന്ന് പഠിച്ചിട്ടാണ്, അധ്വാനിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടായിരുന്നു. അതോടൊപ്പം ഞാനും അതിൽ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിനക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. എന്തായാലും വലിയ ഒരു നേട്ടത്തിൻ്റെ നെറുകയിലാണ് നിൽക്കുന്നത് മസിയ. പക്ഷേ ആ ഒരു അഹങ്കാരമൊന്നും ഒട്ടും കാണുന്നില്ല. എപ്പോഴും ഞാൻ തന്നെയാണോ എന്നൊക്കെ തോന്നുന്ന രൂപത്തിലാണ് മസിയ ഉള്ളത്. എന്തായാലും വലിയ ഉയരങ്ങളിലേക്ക്
കുട്ടികളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും മീഡിയ വണ്ണിൻ്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. ക്യാമറ പേഴ്സൺ നിഖിലിനൊപ്പം ടി അനീസ് അലി, മീഡിയ വൺ, കോഴിക്കോട്.